ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്, പനീർ ബുർജി. അപ്പം നമുക്കുണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 2 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണ്. ഒരു ടൊമാറ്റോ, ഒരു 4 ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിയില, 1 സ്പൂൺ ഇഞ്ചി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പനീർ. അതൊരു 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. സവോളയ്ക്കാണ് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതൽ. അതിൻ്റെ കൂടെ 5 പച്ചമുളക് ചെറുതായിട്ട്, പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഞാനൊരു 5 ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സവോള ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് പനീർ ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. പനീർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പാല് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങാ നീര് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ പാലൊന്ന് പിരിഞ്ഞ് വരും. ഈ പിരിഞ്ഞ് വരുന്ന പാല് ഒരു കോട്ടൺ തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലും അതിൻ്റെ കട്ടയും വെള്ളമായിട്ട് സെപ്പറേറ്റ് ആവും. ഇതൊന്ന് കോട്ടൺ തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പുഴിഞ്ഞെടുക്കണം. കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് നമ്മൾ പുഴിഞ്ഞെടുത്ത് അതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കട്ടയായ പനീർ കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പാൽ വെച്ചിട്ടും ഉണ്ടാക്കാം, പാൽപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം പനീർ. അതുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കറിയെല്ലാം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പനീറൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കുറച്ച് ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ജീരകപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതും 1/2 ടീസ്പൂണാണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സായി വന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം പനീർ അതിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. കുഴഞ്ഞു പോകത്തൊന്നുമില്ല. തീ കുറച്ചാൽ മതി. തീ കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റായി വരും പനീർ. തീ കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പനീർ ബുർജി റെഡിയായി. വെജിറ്റേറിയൻകാർക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ ഒരു ഐറ്റമാണ്. പനീർ ബുർജി. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.